നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടിക്ക് ഇന്ന് ദുഃഖദിനം. തിരൂരങ്ങാടിയെ കണ്ണീരിലാഴ്ത്തി ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് ഉച്ചവരെ ദുരന്തങ്ങളുടെ വാർത്തകളായിരുന്നു കേട്ടത്. KSRTC അപകടവും വയനാട്ടിലെ കാർ അപകടത്തിൽ അധ്യാപകന്റെ മരണവും മമ്പുറം VK പടി റോഡിൽ പുഴമൽ സർവീസ് സെന്ററിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരന്റെ മരണവും എല്ലാമായി തിരൂരങ്ങാടിക്ക് ഇന്ന് കറുത്ത ദിനമായി മാറി. ഇന്നലെ അർദ്ധരാത്രി KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞതായിരുന്നു വലിയ ദുരന്തം. 90-ലേറെ യാത്രക്കാരുമായി കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 80 പേർക്ക് പരിക്കേറ്റു. 47 പുരുഷന്മാർ, 12 സ്ത്രീകൾ, 21 കുട്ടികൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന റോഡിൽ ലക്സോറ ബാറിന് സമീപം തലപ്പാറ പാലം കഴിഞ്ഞുള്ള വളവിൽ ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള വളവിലായിരുന്നു അപകടം നടന്നത്. ബസ്സിനുള്ളിലും അടിയിലും പെട്ടവരെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്ത് ഉടനെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാളെ തിരൂരങ്ങാടി MKH ആശുപത്രിയിലും 2 പേരെ കോട്ടക്കൽ ആശുപത്രിയിലും മറ്റുള്ളവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. MKH ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പരിക്ക് പറ്റിയയാളുടെ പരാതിയിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൈവരിയിലിടിച്ച ബസ് സാവധാനം 10 അടിയിലേറെ താഴ്ചയിലേക്ക് ഊർന്നിറങ്ങുകയായിരുന്നുവെന്നും അതാണ് അപകടത്തിന്റെ ആഘാതം കുറച്ചതെന്നും താലൂക്ക് DYSP VV ബന്നി പറഞ്ഞു. KSRTC ബസ് അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ വന്നത് മരണവാർത്തകളായിരുന്നു. കുടുംബസമേതം യാത്ര പോയവരുടെ വാഹനം മരത്തിലിടിച്ചു മറിഞ്ഞ് തിരൂരങ്ങാടി ചന്തപ്പടി സ്വദേശിയും കൊളപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും പൊതുപ്രവർത്തകനുമായ KT ഗുൽസാറിന്റെ വിയോഗ വാർത്തയാണ് എത്തിയത്. ഗുൽസാറും കുടുംബവും സഞ്ചരിച്ച കാറ് 1 മണിയോടെ കൽപ്പറ്റ പടിഞ്ഞാറത്തറ റോഡിൽ ചെന്നലോട് മുസ്ലിം പള്ളിക്ക് സമീപത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം നടന്നത്. മണിക്കൂറുകൾ വ്യത്യാസത്തിലായിരുന്നു അപകടങ്ങൾ. 2 വാഹനങ്ങളിലായാണ് ഇവർ വയനാട്ടിലേക്ക് പോയത്. ഒരു വാഹനത്തിൽ ഗുൽസാറും ഭാര്യ, മക്കൾ, സഹോദരിയുടെ 2 മക്കൾ എന്നിവരും സഹോദരന്റെ മകനും. മറ്റൊരു വാഹനത്തിൽ ഇവരുടെ മാതാവ് ഹലീമ, സഹോദരൻ സമീലും ഭാര്യയും മക്കളും മറ്റൊരു അനിയൻ ജാസിറിന്റെ മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇവർ ബാണാസുര ഡാം കണ്ട് തിരിച്ചു വരുന്നതിനിടെയായിരുന്നു ദുരന്തം. ഗുൽസാറായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഭാര്യ ജസീല, മക്കളായ 17-കാരൻ നസിൽ മുഹമ്മദ്, 7 വയസ്സുകാരി ലൈഫ ഫാത്തിമ, ലഹീൻ, സഹോദരിയുടെ മക്കളായ 12-കാരി സിൽജ, 10 വയസ്സുകാരി സിൽത്ത എന്നിവരെ കൽപ്പറ്റയിലെയും മേപ്പാടിയിലെയും സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊളപ്പുറം ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായ ഗുൽസാർ പ്രമുഖ ഇസ്ലാഹി പ്രഭാഷകൻ കൂടിയായിരുന്നു. കൂടാതെ KNM മർക്കസുദുവ തിരൂരങ്ങാടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന ദഅ്വ സമിതി അംഗം, കേരള ജമിഅത്തുൽ ഉലമ അംഗം, ഖുർആൻ റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ, CAER ട്രെയിനർ, തിരൂരങ്ങാടി തറമൽ ജുമാ മസ്ജിദ് ഖത്തീബ്, ഖുർആൻ ലേണിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ, തിരൂരങ്ങാടി ക്രയോൺസ് പ്രീ സ്കൂൾ, അൽ ഫുർഖാൻ മദ്രസ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മറ്റൊരു ദുഃഖവാർത്ത വന്നെത്തിയത് മമ്പുറം VK പടി റോഡിൽ പുഴമൽ സർവീസ് സെന്ററിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചതായിരുന്നു. മമ്പുറം വെട്ടത്തുപീടിക പരേതനായ മദാരി അലവിക്കുട്ടി ഹാജിയുടെ മകനും മമ്പുറം മഹല്ല് സുന്നി ജമാഅത്ത് സെക്രട്ടറിയുമായ മദാരി അബ്ദുൽ ഹമീദാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപകടം. നിർത്തിയിട്ട സ്കൂട്ടറിൽ കാർ ഇടിക്കുകയായിരുന്നു. കാർ ഇടിച്ച ശേഷം ഹമീദിനെയും വഹിച്ച് കാർ നിർത്താതെ മുന്നോട്ട് പോയി. മാത്രവുമല്ല, ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കുവാൻ പ്രതി സഹകരിക്കാത്തതും വിനയായി. തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്കായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സജീവ സുന്നി പ്രവർത്തകനായ ഇദ്ദേഹം സെയ്ദ് ഫൾ സുന്നി മദ്രസ മുൻ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി, മമ്പുറം പാലിയേറ്റീവ് കെയർ സെക്രട്ടറി തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മയ്യത്ത് മമ്പുറം മഹല്ല് ഖബർസ്ഥാനിൽ ഖബറടക്കി. അതേസമയം ആശുപത്രിയിലെത്തിക്കുവാൻ സഹകരിക്കാതിരുന്ന പ്രതിക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. അപകടങ്ങളും അപകട മരണങ്ങളുമായി ഇന്ന് തിരൂരങ്ങാടിക്ക് കറുത്ത ദിനമായി. വിയോഗങ്ങൾ പലർക്കും ഉൾക്കൊള്ളാനാകുന്നതിനും അപ്പുറമായിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ച ദുരന്തത്തിൽ തിരൂരങ്ങാടിക്കുന്ന ദുഃഖദിനമായി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.